കൊയിലാണ്ടി കപ്പിൽ വീണ്ടും പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു ടൂർണമെന്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഓരോ കൊയിലാണ്ടിക്കാരനും അല്ലെങ്കിൽ ഓരോ കോഴിക്കോട്ടുകാരനും അഭിമാനം നൽകുന്നൊരു കാര്യമാണ്. ഇത്രയും മനോഹരമായ ഒരു ഗ്രൗണ്ടിൽ ഇത്രയും മനോഹരമായ ഗ്യാലറിയൊക്കെ ഇത്രയും നല്ലൊരു ടൂർണമെന്റ് നടക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഫുട്ബോൾ എന്ന് പറയുന്ന കളി എന്നെ സംബന്ധിച്ചിടത്തോളം വെറൊരു കളിയല്ല. എന്താ പറയുക, നമ്മുടെ ജീവിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കളിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലാ ടീമിന്റെ ഫുട്ബോൾ ടീമിന്റെ ഒരു ടൂർണമെന്റുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഒരു അപകടം പറ്റിയിട്ടാണ് എൻ്റെ വലതുകാലം മുറിച്ചുകളയൊക്കെ ചെയ്തത്. ഞാനിപ്പം നിലവിൽ ഇന്ത്യൻ ആംപ്യൂട്ടി ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. എനിക്ക് അപകടം പറ്റിയ സമയത്തൊക്കെ എന്നോട് ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും നിൽക്കാനോ നടക്കാനോ പറ്റൂല എന്നൊക്കെ എന്നോട് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തതിന് ശേഷമാണ് സ്വന്തമായിട്ട് നിൽക്കാനും നടക്കാനൊക്കെ തുടങ്ങിയത്. അതിനൊക്കെ എന്നെ പ്രേരിപ്പിച്ചത് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കളിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ അപകടം പറ്റിയ സമയത്തൊക്കെ സ്റ്റിക്കൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള എൻ്റെ നാട്ടിലുള്ള ഫാൽക്കൺസ് കുട്ടോത്ത് എന്ന് പറയുന്ന ക്ലബിലുള്ള ആളുകളും ഇതുപോലുള്ള ഗ്രൗണ്ടൊക്കെയാണ് എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും വീണ്ടും ഫുട്ബോൾ കളിക്കാനൊക്കെ പ്രേരിപ്പിച്ചത്. ഇതുപോലുള്ള മൈതാനങ്ങൾ കളിക്കുന്ന ആളുകളെ പോലെ തന്നെ കളി കാണുന്ന കുട്ടികളെയൊക്കെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടും ഫുട്ബോൾ കളിയിൽ കായിക മേഖലയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള ടൂർണമെന്റുകൾ. ഞാനും ഇതുപോലുള്ള മൈതാനങ്ങളിൽ കളിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ ടീമിൽ കളിക്കാനൊക്കെ സാധിച്ചത്. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുകയാണ്. ഞാൻ ആംപ്യൂട്ടി ഫുട്ബോൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതലായിട്ട് കളിക്കുന്നത് നോർമൽ ഫുട്ബോളാണ്. എനിക്ക് അർജന്റീനയുടെ അണ്ടർ 23 ടീമിൻ്റെ കൂടെ കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതൊക്കെ നോർമൽ ഫുട്ബോളിൻ്റെ ടീമിൻ്റെ കൂടെയാണ് കളിച്ചത്. അതേപോലെ നോർമൽ ഫുട്ബോളിൽ ISL നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് പോകാനും നോർത്ത് ഈസ്റ്റിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് മത്സരങ്ങൾ കളിക്കാനും ISLൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലീഗിൻ്റെ ഭാഗമാക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതും നോർമൽ ഫുട്ബോളാണ്. അതേപോലെ ബഹറിൽ യുവ കേരളയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. നോർമൽ ഫുട്ബോളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. അത് കളിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ഫുട്ബോൾ കളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും ഫീലിങ്സും സമാധാനമൊന്നും എനിക്ക് വേറെ എന്ത് ചെയ്താലും എന്ത് കളിച്ചാലും കിട്ടൂല. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മളെ ജീവിക്കാൻ ഒരുപാട് പ്രേരിപ്പിക്കുന്ന ഒരു കളിയാണ് ഫുട്ബോൾ കളിക്കുന്നതിനപ്പുറം എന്താ പറയുക, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലഹരിയും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വേർതിരിവുകളൊക്കെയുള്ള കാലത്തിൽ മനുഷ്യന്മാരെ മതത്തിൻ്റെയും ജാതിൻ്റെയും ഒക്കെ പേരിൽ കുറ്റിയടിച്ച് കുറുക്കി കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കളി നമുക്ക് നൽകുന്നുണ്ട്. അത് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി മുൻകൈയെടുത്ത് ഈ ടൂർണമെന്റ് നടത്തുന്ന ഈ ഒരു സംഘാടകർക്ക് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെറിയ പ്രശ്നങ്ങളിൽ സങ്കടപ്പെട്ട് തളർന്നിരിക്കാതിരിക്കുക. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസമാണ്. എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ മറന്നാലും ഞാൻ സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. എന്താ പറയുക, ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചപ്പോഴും, ഞാൻ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് കളിച്ചത് വോളിബോളാണ്. വോളിബോൾ കളിച്ചപ്പോഴും ഫുട്ബോൾ കളിച്ചപ്പോഴൊക്കെ ഞാൻ സെലക്ട് ചെയ്ത ജേഴ്സി നമ്പർ 2ആണ്. 2ാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് ഞാൻ കളിക്കാറുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, 2ാം നമ്പറിനോട് ഇത്ര പ്രണയം തോന്നാനുള്ള കാരണം, എനിക്ക് അപകടം പറ്റിയിട്ട് എൻ്റെ കാല് മുറിച്ച് കളഞ്ഞ ദിവസമാണ് സെപ്റ്റംബർ 2. ഞാൻ ആ ദിവസമാണ് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ കാല് സ്വർഗത്തിൽ പോയ ദിവസമാണ് സെപ്റ്റംബർ 2 എന്ന് വിശ്വസിച്ചിട്ടാണ് ആ ദിവസം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ ആലോചിച്ച് സങ്കടപ്പെടുക എന്ന് പറയുന്നത് എന്താ പറയുക, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം സങ്കടപ്പെടുക എന്ന് പറയുന്നതാണ്. എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എൻ്റെ കാല് മുറിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാൻ ആർക്കും പറ്റും. ഒരു റിസ്ക്കും ഇല്ലാത്ത കാര്യമാണ്. സങ്കടപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് ധീരത. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളും എന്താ പറയുക, ചെറിയ സങ്കടങ്ങളിൽ നിന്നൊക്കെ പുറത്ത് ചാടിയിട്ട് നമ്മുടെ എന്താ പറയുക ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ധീരന്മാരായിട്ട് മാറട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നടത്താം. നമ്മുടെ നാട്ടിൽ
എൻ്റെ മുന്നിലിരിക്കുന്നത് ഭൂരിഭാഗം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ആയതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് ഫിഫ വേൾഡ് കപ്പ് നടന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ നടന്ന ചർച്ച ഏഷ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഫുട്ബോളിൽ ഇത്രയും വലിയ ഉയരങ്ങളിൽ എത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തത്, ഇത്രയും കോടി ജനങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഇന്ത്യക്കാർക്ക് സ്റ്റാമിന ഇല്ല എന്നാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. സ്റ്റാമിനയുള്ള പല കാര്യങ്ങളിലും ഇന്ത്യക്കാർ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെങ്കിൽ നമ്മൾ ഫുട്ബോളിലും കായിക മേഖലയിലൊക്കെ എവിടെ എത്താണ്ടായി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ ഫുട്ബോൾ മേഖലയും കായിക മേഖലയൊക്കെ എവിടെ എത്താണ്ടായി പോകുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സ്പോർട്സ് ഡേ നടക്കുന്ന സമയത്ത് പല സ്കൂളുകളിലും ട്രാക്ക് വരയ്ക്കുന്നത് റോഡിലാണ്. 100 മീറ്റർ ഓടാനുള്ള ഗ്രൗണ്ട് പോലും ഇല്ലാത്ത വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ സ്പോർട്സ് വളരാതിരിക്കാനുള്ള കാരണം. ഇപ്പോഴും PT പീരീഡ് കണക്കിന്റെ മാഷ് കയറി വരുന്ന സമ്പ്രദായമാണ് പല വിദ്യാലയങ്ങളിലും കാണുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും അധ്യാപകരും. PT പീരീഡ് കണക്കിന്റെ മാഷ് വന്നാൽ അത് അത്രയും നല്ല കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരൊക്കെയുള്ള സ്ഥലത്താണ് ഇത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സ്പോർട്സ് വളരാണ്ടായി പോകുന്നത്. ഞാൻ പറയുന്നത്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പന്തും മൈതാനമൊക്കെ നിഷേധിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ കളിക്കാനും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പഠിക്കാനും അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരെ ആ മേഖലയിൽ വിടാനുള്ള ഒരു ധീരത എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെങ്കിലും നേടിയെടുക്കുക. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഈ ടൂർണമെന്റിലെ സമയം അത്രയും പ്രധാനമാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.